ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോയാലോ? അതെ ഗൈസ്, നമ്മളിന്ന് കുവൈറ്റി മക്ലൂബ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ രാത്രി 11:31 ആയപ്പോൾ നമ്മൾ ഒരു കിടുക്കാച്ചി ഓതൻറ്റിക് കുവൈറ്റി മക്ലൂബ കഴിക്കാൻ പോയി. അപ്പോൾ ഗായ്സ്, നമ്മളവിടെ കയറിയപ്പോൾ അവരാദ്യം ഒരു വാട്ടർ മെലൺ ജ്യൂസാണെന്ന് തോന്നുന്നത്. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ചൂട് സൂപ്പ് ഉണ്ടല്ലോ, അതൊരു കിടുക്കാച്ചി സൂപ്പ് തന്നെയായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇറ്റ്സ് മൈ ഫേവറേറ്റ് സൂപ്പ്. അടുത്തത് അവർ സെർവ് ചെയ്തതാണ് ഈ സൈഡ് ഡിഷ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ മിഡിലിരിക്കുന്ന ഗ്രീൻ ബബൂഷ്, പിന്നെ ഒരു ക്യാരറ്റ് ഒരു സോർ ടേസ്റ്റിൽ വരുന്നു, പിന്നെ സൂപ്പുണ്ട്, പിന്നെ സൽസ, പിന്നെ മറ്റേത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഗൈസ്. അത് കണ്ടിട്ട് കുറച്ചും കൂടെ സ്പൈസി സൽസ എനിക്ക് തോന്നുന്നു. പോട്ടെ, ഇനിയാണ് വരുന്നത് നമ്മൾ മെയിൻ ഡിഷാണ്. മെയിൻ ഡിഷ് അതായത് നമ്മുടെ സ്വന്തം ഓതൻറ്റിക് കുവൈറ്റി മക്ലൂബയാണ് ഗൈസ്. ആ ചോറ് തന്നെ ആ പാത്രത്തിലേക്ക് തട്ടിയിടുന്നത് നല്ല ഓതൻറ്റിക് വേ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ ചോറ് നോക്കിയേ, ആ ചിക്കൻ എന്താ കാണുന്നത് രസമുണ്ടല്ലേ. ഓഹോ, അടിപൊളി. നല്ല ചൂട് ചോറും നല്ല ചൂട് ചിക്കൻ. ഗൈസ്, അത് കാണുമ്പോൾ എൻ്റെ നിങ്ങളുടെ പകുതി വിശപ്പ് പോകും ഗൈസ്. അത് കണ്ടില്ല, എന്താ ചിക്കൻ. അപ്പോൾ നമ്മൾ ചോറിടാണ് ഗൈസ്. നല്ല ചോറ്, നല്ല ചൂട് ചോറ്, പുകയൊക്കെ വരുന്നു. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഉണ്ട് ഗൈസ്, അതായത് ബ്രിഞ്ചോൾ, പൊട്ടാറ്റോസ്, ടൊമാറ്റോസ്, എല്ലാന്നല്ല, ഈ 3 വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ ആ ചിക്കൻ കണ്ടല്ലോ, ആ സ്കിൻ തന്നെ നമുക്ക് എന്താ രസം അല്ലേ. അപ്പോൾ നമുക്കിനി കഴിച്ചാലോ ഗൈസ്. ഇത് നല്ലൊരു മണം വരുന്നുണ്ട്, മൂക്കിലേക്ക് അടിച്ച് കയറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണ്ട, എൻ്റെ വായിൽ തന്നെ വെള്ളം വരുന്ന. കഴിച്ചു നോക്കാം. ആ ജ്യൂസി ആൻഡ് ടെൻഡറി ചിക്കനാണ് ഗൈസ്. അതിൻ്റെ കൂടെ ആ ചൂട് ചോറങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചാട്ടല്ലോ ഗൈസ്, സ്വർഗമാണ് സ്വർഗം. അടിപൊളി. ഞാൻ അത് കഴിച്ചപ്പോൾ എൻ്റെ വാ പൊള്ളായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും കഴിച്ചു. കാരണം എന്താ ടേസ്റ്റ് എന്നറിയാമോ, കിടിലനാണ് ഗൈസ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ഇത് സ്പോൺസറിങ് അല്ല, ഇത് ഒന്നുമല്ല, പക്ഷേ ഇത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഈ സൈഡ് ഡിഷെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കണം ഗൈസ്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒരു ഡെവലപ്ഡ് ടേസ്റ്റ് ആകും, ഒരു ഒന്നാം തരം ടേസ്റ്റ് ആകും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി സൈഡ് ഡിഷ് കൂട്ടി കഴിച്ചാലോ ഗൈസ്. അപ്പോൾ ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് ആ ചോറിൻ്റെ മിഡിലങ്ങ് ഇടുക. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി ബബൂഷ്, അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നത്. ഗ്രീൻ ചില്ലി ബബൂഷ് അത് നല്ല സ്പൈസിയാണ്. പക്ഷേ പിന്നെ ക്യാരറ്റ്, സ്വീറ്റല്ല, സോർ ക്യാരറ്റും, പിന്നെ ആ സൽസയും, പിന്നെ ഒരു സ്പൈസി സൽസയാണോ എനിക്കറിയില്ല, പിന്നെ അതും കൂടെ കൂട്ടി, പിന്നെ ഒരു ചിക്കൻ്റെ ആ ടെൻഡറി ജ്യൂസി പീസ് എടുത്ത് വായനങ്ങ് വയ്ക്കുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. ഞാൻ മക്ലൂബ എന്ന് പറഞ്ഞൊരു ഡിഷ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച് അത്ര വലിയ ടേസ്റ്റ് കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടിപൊളിയാണ് ഗൈസ്. ഇത്രയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള കുവൈറ്റി മക്ലൂബ കഴിച്ചിട്ട്, കുവൈറ്റി ചിക്കൻ മക്ലൂബ കഴിച്ചിട്ട് വെറും 65 ദിറമാണ് ഗൈസ് ആയത്. പിന്നെ ഇവിടെ നല്ല സ്പേസും ആംബിയൻസും ഉള്ള മജ്ലിസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല സുഖമുണ്ട് ഗൈസ്, നല്ല സുഖമാണ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ. പിന്നെ കടയുടെ പേര് മറക്കണ്ട, റുക്കൻ അൽ ബെയ്ത്ത് അൽ അറബി, ഓപ്പോസിറ്റ് മുവേല പാർക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അപ്പോൾ സീ യു.